ഹായ് നസീബ ടീച്ചർ, സുഖമാണ്? ടീച്ചറിന് 11th ഇയർ ആയെന്ന് അറിഞ്ഞു. ആക്ച്വലി നസീബ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഒരു സ്ട്രിക്റ്റ് ടീച്ചറിനെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. നമ്മുടെ ഒരു ബാച്ചിന് നസീബ ടീച്ചറിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട് ടീച്ചറുമായിട്ട്. വൺ ഓഫ് ദ സ്ട്രിക്റ്റ് ടീച്ചറായിരുന്നു. പക്ഷേ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ട്രിക്റ്റ് ടീച്ചറിനെ മിസ് ചെയ്യുന്നുണ്ട് നമ്മള്. ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പം ആസ് എ സ്റ്റുഡന്റ് എനിക്ക് ടീച്ചറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു എന്നെയും ടീച്ചറിനെ മറക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ ബാച്ചിൽ ഞാൻ ക്യൂറ്റിക്ക് ഫുൾ മാർക്ക് മേടിച്ചത് ഞാനാണല്ലോ. അപ്പം അതിന്റെ ബേസിസിലും ടീച്ചറിനെ മറക്കില്ലെന്നറിയാം. പിന്നെ വേറെ ബേസിസ് എന്ന് വെച്ചാൽ ടീച്ചർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഞാൻ ഫുൾ മാർക്ക് വാങ്ങുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ എന്നെ ഒരിക്കലും മറക്കൂലെന്ന് എനിക്കറിയാം. ഫണ്ണൊക്കെ വിട്ടിട്ട് ഞാൻ കാര്യത്തിലോട്ട് അടക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനമേ ടീച്ചർ തരത്തില്. ഫ്രീ പീരീഡ് ഉണ്ടെങ്കിൽ ടീച്ചർ ഒന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷമാണ് മനസ്സിലായത്, ഇപ്പം ഒരു MBAക്ക് അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ടീച്ചർ പഠിപ്പിച്ചത് എന്തുമാത്രം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ ക്യൂറ്റി, എനിക്ക് MBAക്ക് പോയപ്പോൾ ക്യൂറ്റി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ടീച്ചർ പഠിപ്പിച്ചതെല്ലാം കറക്റ്റ് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറക്കാനും പറ്റുന്നില്ല. കാരണം ബാക്കിയുള്ളവർ പറയാത്തപ്പോഴും എനിക്ക് ആൻസേഴ്സ് വിളിച്ച് പറയാൻ ഉള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ടീച്ചറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ക്യൂറ്റിയാണ് എന്റെ മനസ്സിൽ വരുന്നത്. പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാടുണ്ട്. ടീച്ചർ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് സമ്മാനിച്ചതാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ 11th ഇയറിൽ ഞാൻ ഒരുപാട് വിഷ് ചെയ്യുന്നു. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചറാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ടീച്ചറിനെ മറക്കത്തില്ല. വിഷിങ് യു വെരി ബെസ്റ്റ്. ഇനിയും ടീച്ചറിന് ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റിയിട്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ പോട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ടീച്ചർ. Bye bye.